നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ അഡ്വക്കേറ്റ് ഫിർദൌസിനൊപ്പമുള്ള എന്റെ 45 മിനിറ്റ് യാത്രയെക്കുറിച്ച് കേട്ടു. അത് അവളുടെ ദുരിതത്തെയും എന്റെ മാനവധർമ്മത്തെയും വെളിപ്പെടുത്തി. ഇന്ന് കഥ നീതിന്യായ കോടതിയിൽ എത്തിയിരിക്കുന്നു. നിയമവിരുദ്ധമായ മുത്തലാഖിന് ട്രിപ്പിൾ തലാഖ് വേണ്ടി ഫിർദൌസ് തന്റെ ഭർത്താവ് നാസിറിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കേവലം ഭാര്യാഭർത്താക്കന്മാരുടെ പോരാട്ടമല്ല, ഇത് ഒരു വക്കീലിനെ വെക്കാനോ കോടതിയിൽ പോകാനോ ധൈര്യമോ പണമോ ഇല്ലാത്ത ആയിരക്കണക്കിന് സ്ത്രീകളുടെ പോരാട്ടമാണ്. പശ്ചാത്താപമോ നിർബന്ധമോ? നാസിർ കോടതിയിൽ മാപ്പ് പറഞ്ഞു, ഫിർദൌസിനെ വീണ്ടും തന്റെ ഭാര്യയായി അംഗീകരിക്കുന്നു എന്നും പറഞ്ഞു. ഹലാലായുടെ ഭയം. എന്നാൽ നാസിറിന്റെ കള്ള പശ്ചാത്താപം ഫിർദൌസ് തിരിച്ചറിഞ്ഞു. ഇത് എന്നെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കുന്നതിനു മുൻപ് ഹലാ ചെയ്യാൻ നിർബന്ധിക്കും എന്ന് അവൾ കോടതിയെ വെല്ലുവിളിച്ചു. ഫിർദൌസിന്റെ ധൈര്യം അവളെ ഒരു അടിച്ചമർത്തപ്പെട്ട സ്ത്രീയിൽ നിന്ന് വീരാംഗനയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കേൾക്കും. നിയമത്തെയും ഭാര്യയെയും അവഗണിക്കുന്ന പുരുഷന്മാർക്ക് അവൻ ഒരു മാതൃകയാകാൻ അവൾ നാസിറിന് പരമാവധി ശിക്ഷ ആവശ്യപ്പെടുന്നു. നീതി ലഭിക്കുന്നു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഫിർദൌസിന് വിവാഹമോചനം ലഭിക്കുമ്പോൾ അവളുടെ കേസ് കേട്ട അതേ ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ മുന്നിൽ അവിശ്വസനീയമായ ഒരു നിർദ്ദേശം വരുന്നു: വിവാഹാലോചന. മറ്റൊരു സമുദായത്തിൽപ്പെട്ട വിവാഹമോചിതയായ ഒരു സ്ത്രീക്ക് ഒരു വിധവനായ ജഡ്ജി വിവാഹാലോചന നൽകുന്നത് അത് ധൈര്യമായിരുന്നോ അതോ ബുദ്ധിയായിരുന്നോ? കൂടാതെ ഫിർദൌസിന്റെ ബുദ്ധിപരമായ പ്രതികരണവും ലവ് ജിഹാദ് പ്രശ്നത്തിന് അവൾ മുന്നോട്ട് വെക്കുന്ന അതുല്യമായ യുക്തിപരമായ ഭരണഘടനാപരമായ പരിഹാരവും നിങ്ങൾ കേൾക്കും. ഫിർദൌസിന്റെ പരിഹാരം സ്ത്രീകളുടെ താൽപര്യത്തിലാണോ? കൂടാതെ ജഡ്ജി ഹരീഷ് ചന്ദ്രയുടെ കൈകളുടെ ആലിംഗനത്തിൽ അവൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അനുഭൂതി ലഭിക്കുന്നുണ്ടോ? നിയമം, മതം, പ്രണയം എന്നിവയുടെ ഈ സങ്കീർണ യാത്രയിൽ എന്നോടൊപ്പം തുടരുക. മാനവ പരിചയം എന്നതിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 2: മുത്തലാഖിൽ നിന്ന് വീരാംഗന വരെ. ഉപശീർഷകം: നീതിയുടെ മാർഗം. നാസിർ ഭരണഘടനാ വിരുദ്ധമായി നൽകിയ മുത്തലാഖിനെതിരെ ഇരയായ ഭാര്യ, സ്വയം അഡ്വക്കേറ്റ് ഫിർദൌസ്, മുസ്ലിം വനിത, വിവാഹാവകാശ സംരക്ഷണം നിയമം 2019 പ്രകാരം തന്റെ ഭർത്താവ് നാസിറിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് നാസിറിന്റെ ജാമ്യാപേക്ഷ ജഡ്ജി നിരസിച്ചു. കേസിന്റെ വിചാരണയ്ക്കിടെ നാസിർ തന്റെ പ്രതിരോധത്തിൽ കോടതിയിൽ പറഞ്ഞു: ജഡ്ജി സാബ്, എന്റെ ദേഷ്യം മാറിയ ശേഷം ഫിർദൌസിന് തലാഖ് നൽകിയതിൽ എനിക്ക് ഖേദമുണ്ട്. ഇത് മനസ്സിലാക്കി ഞാൻ ഇപ്പോൾ തന്നെ ഫിർദൌസിനോട് ക്ഷമ ചോദിക്കുന്നു. എന്റെ കുറ്റത്തിന് എനിക്ക് മാപ്പ് നൽകി എന്നെ വിട്ടേക്കണമെന്ന് ഞാൻ കോടതിയിൽ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഫിർദൌസിനെ വീണ്ടും എന്റെ ഭാര്യയായി അംഗീകരിക്കുന്നു. നാസിറിന്റെ കുറ്റസമ്മതത്തിൽ ഫിർദൌസ് കോടതിയിൽ പറഞ്ഞു: മൈ ലോർഡ്, എന്റെ ഭർത്താവ് എന്നെ വീണ്ടും ഭാര്യയായി അംഗീകരിക്കുന്നതിനു മുൻപ് ഹലാല ചെയ്യാൻ എന്നെ നിർബന്ധിക്കും. അതിനാൽ അവന് ക്ഷമ നൽകരുത്. നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് അവന് 3 വർഷം തടവ് ശിക്ഷ നൽകണം. അപ്പോൾ നാസിറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു: ഭരണഘടന ഇനി മുത്തലാഖ് അംഗീകരിക്കുന്നില്ലാത്തതിനാൽ എന്റെ കക്ഷിയുടെ ഫിർദൌസുമായുള്ള തലാഖ് തനിയെ അസാധുവാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ കക്ഷിയും ഫിർദൌസും ഇപ്പോഴും ഭാര്യാഭർത്താക്കന്മാരാണ്. അതിനാൽ ഹലാലായുടെ നിർബന്ധം ഈ കേസിൽ അപ്രസക്തമാണ്. എന്റെ കക്ഷിയുടെ അപേക്ഷ അംഗീകരിച്ച് അവന് വീണ്ടും ദാമ്പത്യ ജീവിതം നയിക്കാൻ അവസരം നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വാദങ്ങൾ കേട്ട ശേഷം ജഡ്ജി 10 ദിവസത്തിനു ശേഷമുള്ള തീയതി നൽകി വിചാരണ മാറ്റിവെച്ചു. അടുത്ത വിചാരണയിൽ ഫിർദൌസ് തന്റെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: മൈ ലോർഡ്, എന്റെ ഭർത്താവിന്റെ പശ്ചാത്താപവും അവനോടുള്ള എന്റെ സ്നേഹവും നാസിറിനോട് ദയ കാണിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിലും ഞാൻ അവനോട് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായിട്ടും ഇപ്പോഴും അതിന്റെ വേദന സഹിക്കുകയും ഇരയാകുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് നിരക്ഷരരും പാവപ്പെട്ടവരുമായ സ്ത്രീകളോടാണ് എന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ദയ തോന്നുന്നത്. ജഡ്ജി സാബ്, നിർഭാഗ്യവശാൽ ഈ സ്ത്രീകൾ എന്നെപ്പോലെ അഭിഭാഷകരുമല്ല. അവരിൽ പലർക്കും കോടതിയിൽ കേസ് നടത്താൻ പണവുമില്ല. എന്റെ കുറ്റവാളിയായ ഭർത്താവ് നാസിറിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതിലൂടെ ഭർത്താവ് നാസിർ ഒരു പുരുഷനും നിയമത്തെയും തന്റെ ഭാര്യയെയും ഈ രീതിയിൽ അവഗണിക്കാനും അനാദരിക്കാനും കഴിയില്ല എന്നതിന് ഒരു ഉദാഹരണമായി മാറും. ഇനിയൊരിക്കലും ഒരു സ്ത്രീയുടെ ജീവിതം ഇങ്ങനെയൊരു നരകമാകരുത്. ജഡ്ജി സാബ്, നാസിർ വിജനമായ സ്ഥലത്ത് എന്റെ മേൽ മുത്തലാഖ് അടിച്ചേൽപ്പിച്ചപ്പോൾ എനിക്ക് വിവാഹമോചനം ആവശ്യമില്ലായിരുന്നു. നാസിർ ഭരണഘടനാ വിരുദ്ധമായി എന്റെ മേൽ ചെയ്ത അതിക്രമം എനിക്കൊരു അവസരമായി മാറി. അത് എന്നെ ഒരു അടിച്ചമർത്തപ്പെട്ട സ്ത്രീയിൽ നിന്ന് ഒരു വീരാംഗനയാക്കി മാറ്റി. ഇപ്പോൾ നാസിർ വേണ്ട എന്ന് പറയുന്നു, പക്ഷേ എനിക്ക് അവനിൽ നിന്ന് വിവാഹമോചനം വേണം. അതിനായി ഞാൻ നാളെ തന്നെ കോടതിയിൽ പ്രത്യേക കേസ് ഫയൽ ചെയ്യും. വിചാരണ പൂർത്തിയായ ശേഷം എല്ലാ ഭാഗവും ശ്രദ്ധിച്ചുകൊണ്ട് ജഡ്ജി
കുറ്റവാളിയായ നാസിറിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അടുത്ത ദിവസം തന്നെ ഫിർദൌസ് നാസിറിനെതിരെ വിവാഹമോചന കേസും ഫയൽ ചെയ്തു. യാദൃശ്ചികമായി ഈ കേസും ഇതേ ജഡ്ജി ഹരീഷ് ചന്ദ്രക്ക് തന്നെയാണ് വിചാരണയ്ക്കായി ലഭിച്ചത്. ഇവിടെ നാസിർ വീണ്ടും ഫിർദൌസിനെതിരെ മോശമായ ആരോപണം ഉന്നയിച്ചു. അവന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു, എന്റെ കക്ഷി തന്റെ പശ്ചാത്താപത്തിൽ ആദ്യം ഫിർദൌസിനെ സ്വഭാവശുദ്ധിയുള്ളവളായി കണക്കാക്കിയിരുന്നു. അവൻ ഫിർദൌസിനെ വീണ്ടും തന്റെ ഭാര്യയായി അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ഫിർദൌസ് വിവാഹമോചനത്തിന് ഈ കേസ് ഫയൽ ചെയ്ത ശേഷം ഫിർദൌസിന്റെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ചുള്ള അവന്റെ സംശയം കൂടുതൽ ശക്തമായി. ഫിർദൌസ് അവനിൽ നിന്ന് മോചനം നേടി അവൾക്ക് മുൻപ് ബന്ധമുണ്ടായിരുന്ന അവളുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവിന്റെ അനിയനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്റെ കക്ഷിക്ക് അറിയാം. തന്റെ സ്വഭാവത്തെക്കുറിച്ച് നാസിർ ഉന്നയിച്ച മോശമായ ആരോപണത്തിന് മറുപടിയായി ഫിർദൌസ് തിരക്കേറിയ കോടതി മുറിയിൽ വെച്ച് തന്നെ കരഞ്ഞു. തുടർന്ന് ജഡ്ജി വിചാരണ 15 ദിവസത്തിനു ശേഷം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചു. അടുത്ത വിചാരണയിൽ ഫിർദൌസ് നാസിറിന്റെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായി തന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിന്റെ അനിയന്റെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമായുള്ള വിവാഹ ക്ഷണക്കത്ത് കോടതിയിൽ ഹാജരാക്കി പറഞ്ഞു. മൈ ലോർഡ്, എന്റെ ഭർത്താവ് നാസിർ അവൻ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ളവരെയും കാണുന്നത്. സ്വഭാവദൂഷ്യം അവനിലാണ് ഉള്ളത്. അവൻ എന്നെ പർദ്ദയിൽ വെക്കുന്നു. എന്നാൽ അവൻ തന്നെ ആധുനിക വസ്ത്രം ധരിച്ച യുവതികളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ ആരോപണം പൂർണ്ണമായും കള്ളമായതുകൊണ്ട് എന്റെ സ്വഭാവദൂഷ്യത്തിന് അവന് ഒരു തെളിവും നൽകാനാവില്ല. എന്നാൽ അവന്റെ മൊബൈൽ പരിശോധിച്ചാൽ എന്റെ വാദം എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും. മൈ ലോർഡ്, കുഴപ്പം എന്റെ സ്വഭാവത്തിലല്ല, നാസിറിന്റെ പുരുഷാധിപത്യ ചിന്തകളിലാണ്. അവൻ തന്നെ അന്യസ്ത്രീകളോട് ഭ്രാന്തനായി നടക്കുന്നു. എന്നാൽ തന്റെ ഭാര്യയുടെ മേൽ മറ്റാരെങ്കിലും നടത്തിയ നിസ്സാരമായ ഒരു തമാശയ്ക്ക് പോലും അക്രമാസക്തനായി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അത്തരമൊരു ഭർത്താവുമായി എന്റെ ജീവിതം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൈ ലോർഡ്, ദയവായി നാസിറിൽ നിന്ന് വിവാഹമോചനം ഉത്തരവിട്ട് ഇന്ന് തന്നെ എന്നെ അവനിൽ നിന്ന് മോചിപ്പിക്കുക. തന്റെ ഭാഗം പറഞ്ഞ ശേഷം ഫിർദൌസ് തന്റെ ഭാഗത്തിന് സാക്ഷ്യം നൽകാൻ തന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവിന്റെ അനിയനെയും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധുവിനെയും ഹാജരാക്കി. അവർ ഫിർദൌസ് നല്ല സ്വഭാവമുള്ളവളാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും അടുത്ത മാസം തങ്ങളുടെ വിവാഹം നടക്കുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ജഡ്ജി ഹരീഷ് ചന്ദ്ര വിവാഹമോചന വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഫിർദൌസിനോട് ജീവനാംശം അലമനി ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് ചോദിച്ചു. ഫിർദൌസ് കോടതിയെ അറിയിച്ചു, ഇത്തരം നാണമില്ലാത്ത പുരുഷന്റെ പണം ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ പാപമായി കണക്കാക്കുന്നു. അതിനാൽ നാസിറിൽ നിന്ന് എനിക്ക് ജീവനാംശം ആവശ്യമില്ല. എനിക്ക് അവനിൽ നിന്ന് വിവാഹമോചനം മാത്രമേ വേണ്ടൂ. തുടർന്ന് ജഡ്ജി ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ വിവാഹമോചന ഉത്തരവ് പ്രഖ്യാപിച്ചു. ഫിർദൌസിന്റെ വിവാഹമോചനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ചയ്ക്ക് കോടതിയിലെ ശിപായി വന്ന് ഫിർദൌസിനെ അറിയിച്ചു, ഇന്ന് കോടതി പിരിഞ്ഞ ശേഷം ജഡ്ജി ഹരീഷ് ചന്ദ്ര താങ്കളെ വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് താങ്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കോടതി വിട്ട ശേഷം ഫിർദൌസ് ഹരീഷ് ചന്ദ്രയെ കാണാൻ പോയി. ഞായറാഴ്ച തന്റെ ബംഗ്ലാവിൽ ഉച്ചഭക്ഷണത്തിന് അദ്ദേഹം ഫിർദൌസിനെ ക്ഷണിച്ചു. അതനുസരിച്ച് ഞായറാഴ്ച ഫിർദൌസ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. അവിടെ ചായ കുടിക്കുന്നതിനിടയിൽ ഹരീഷ് ചന്ദ്ര ഫിർദൌസിനോട് പറഞ്ഞു, ഞാൻ 3 വയസ്സുള്ള ഒരു മകളുടെ അച്ഛനാണ്. 2 വർഷം മുൻപ് ഒരു ദുരന്തപൂർണമായ അപകടത്തിൽ എന്റെ ഭാര്യ മരിച്ചു. ഇപ്പോൾ എന്റെ നിഷ്കളങ്കയായ മകൾക്ക് അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഫിർദൌസ്, നിങ്ങൾ എന്നോടൊപ്പം നിങ്ങളുടെ ഭാവി കാണുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രായത്തിൽ ഏകദേശം 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ നിർദ്ദേശം നിങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി അതിനെക്കുറിച്ച് ആലോചിക്കുക. ഫിർദൌസ് തീരുമാനമെടുക്കാൻ തിരക്കുകൂട്ടിയില്ല. ആലോചിക്കാൻ സമയം ചോദിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഫിർദൌസ് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഫിർദൌസിന്റെ സമ്മതം ലഭിച്ച ശേഷം 1 മാസം കഴിഞ്ഞ് ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഹരീഷ് ചന്ദ്ര ഫിർദൌസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു സമുദായത്തിൽപ്പെട്ട പുരുഷനെ എന്നെ വിവാഹം കഴിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? എന്റെ മുത്തലാഖിനെതിരെ കോടതിയിൽ പോയതിനു ശേഷം ഞങ്ങളുടെ സമുദായത്തിലെ പലരും എന്നോട് വൈരം വെച്ചു പുലർത്താൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്റെ പുതിയ ജീവിതം വീണ്ടും തുടങ്ങുന്നത് എനിക്ക് പ്രയാസകരമായി തോന്നി. അത്തരമൊരു സമയത്താണ് നിങ്ങൾ വിവാഹാലോചന നടത്തിയത്. നിങ്ങൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ വളരെ യോഗ്യനായ വ്യക്തിയാണ്. നിങ്ങൾ വിധവനാണെങ്കിലും നിങ്ങൾക്ക് ഏതൊരു അവിവാഹിതയായ പെൺകുട്ടിയെയും ലഭിക്കുമായിരുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല. എന്നാൽ നിങ്ങൾ ആശയപരമായി പക്വതയുള്ള പുരുഷനായി സ്വയം പ്രകടമാക്കിക്കൊണ്ട് വിവാഹമോചിതയായ എന്നെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇത് അംഗീകരിക്കാതിരിക്കുന്നത് തീർച്ചയായും എന്റെ മണ്ടത്തരമാകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചത് എന്റെ ധൈര്യമല്ല, എന്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിർദൌസ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഹരീഷ് ചന്ദ്രയും ചിരിച്ചു. ശേഷം ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഫിർദൌസ്, നീ പെൺകുട്ടിയുടെ ലവ് ജിഹാദ് ആണ് ചെയ്തു കാണിച്ചത്. ഇത് കേട്ട് ഫിർദൌസ് ലജ്ജിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു,
ജഡ്ജി സാബ്, രാജ്യത്ത് ലവ് ജിഹാദ് പ്രശ്നം കൈകാര്യം ചെയ്യാൻ നിയമത്തിൽ ഒരു വ്യവസ്ഥ മാത്രം നടപ്പിലാക്കേണ്ടതുണ്ട്. ഹരീഷ് ചന്ദ്ര ആകാംക്ഷയോടെ ചോദിച്ചു, അതെന്താണ്? ഫിർദൌസ് തന്റെ ബുദ്ധി പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഭരണഘടനയിൽ 2 വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ മതം സ്വീകരിക്കാൻ നിയമപരമായ ബാധ്യത ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവരണം. അതായത് വിവാഹത്തിന് മുൻപ് തന്നെ ആൺകുട്ടി പെൺകുട്ടിയുടെ മതാനുയായി ആയാൽ മാത്രമേ അവർക്ക് വിവാഹത്തിന് അനുമതി ലഭിക്കാവൂ. ഇത് രാജ്യത്ത് ലവ് ജിഹാദ് പ്രശ്നം അവസാനിപ്പിക്കും. അപ്പോൾ ഒരു നികുതിയും അകാല മരണത്തിനിരയാകില്ല. ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ അഭിനന്ദനത്തോടെ നോക്കി, എന്നാൽ പരസ്യമായി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഫിർദൌസ്, ഞാൻ നിങ്ങളുടെ മതം സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണോ? ഇതിന് ഫിർദൌസ് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, അത് അങ്ങനെയല്ല. ഈ ബാധ്യത നമ്മുടെ നിയമത്തിൽ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഹരീഷ് ചന്ദ്ര പറഞ്ഞു, വാഹ്, നിങ്ങൾ നിർദ്ദേശിച്ച പരിഹാരം വളരെ മികച്ചതാണ്. എന്നാൽ ഇത് നമ്മുടെ ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. അത് ഇന്ത്യയിലെ ഓരോ പൗരനും തന്റെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഫിർദൌസ് ഗൗരവത്തോടെ വാദിച്ചു, ഈ വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് സമൂഹത്തിലെ സ്ത്രീക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവിടുത്തെ എല്ലാ മതങ്ങളിലും മതത്തിന്റെ കരാറുകാരെപ്പോലെയുള്ള പുരുഷന്മാർ തങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് തെറ്റായ ശരിയായ വ്യാഖ്യാനം നൽകി മതം അതിന്റെ ഏത് രൂപത്തിലാണോ സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അതിൽ തോന്നിയ പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷന് മാത്രം ലഭിക്കുന്നു. എന്നാൽ ഇത് ഒരു വസ്തുതയാണ്, അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ നിറഞ്ഞ വ്യാഖ്യാനത്തിൽ നിന്ന് യഥാർത്ഥ മതത്തിന്റെ രൂപം തീർത്തും വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാ മതങ്ങളും സ്ത്രീക്കും പുരുഷനും ജീവിതത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഇവിടെ മിക്ക സ്ത്രീകളും നിയമപരമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും പുരുഷൻ നൽകിയ മതത്തിന്റെ തെറ്റായ വ്യാഖ്യാനം അംഗീകരിക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ അവൾ വീർപ്പുമുട്ടുന്ന ജീവിതം നയിക്കാൻ ശപിക്കപ്പെടുന്നു. നിങ്ങളുടെ ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നാളെ തന്നെ എന്റെ ശുപാർശ നിയമജ്ഞർക്കും സർക്കാരിനും കൈമാറും. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ രാത്രിക്കുള്ള പ്രത്യേകത ഇതാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഹരീഷ് ചന്ദ്ര ഫിർദൌസിനെ തന്റെ കൈകളാൽ ആലിംഗനം ചെയ്തു. അപ്പോൾ ഫിർദൌസ് ഹരീഷ് ചന്ദ്രയുടെ കൈകളുടെ ബന്ധനത്തിലായിരിക്കുമ്പോൾ അവൾ സ്വയം സ്വതന്ത്രയാണെന്ന് അനുഭവിച്ചു. ഫിർദൌസ് അപ്പോൾ ഈ ആലിംഗനത്തിൽ തന്റെ പൂർണ്ണ ഭക്തിയും സമർപ്പണവും അഗാധമായ സ്നേഹത്തിന്റെ കടലിൽ മുങ്ങി തന്റെ ഭർത്താവ് ഹരീഷ് ചന്ദ്രജിക്ക് വേണ്ടി നിഷ്കളങ്കമായ നിർമ്മലമായ പവിത്രമായ അനുഭൂതിയുടെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവൾ ആഗ്രഹിച്ചു, ഈ സമയചക്രം ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ നിന്നുപോകട്ടെ. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമുന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം മുത്തലാഖിൽ നിന്ന് വീരാംഗന വരെ നീതിയുടെ മാർഗം. ഈ എപ്പിസോഡ് മാനവ പരിചയം എന്നതിന്റെ ദാർശനിക അടിത്തറയെ നിയമപരമായ ദൃഢതയുമായി ബന്ധിപ്പിക്കുന്നു. ഫിർദൌസിന്റെ കഥാപാത്രം ഇപ്പോൾ വ്യക്തിപരമായ നീതി ആവശ്യപ്പെടുന്നതിൽ നിന്ന് മാറി സാമൂഹിക നീതിയുടെ പ്രതീകമായി മാറുന്നു. 1. വ്യക്തിപരമായ ദുരിതം സാമൂഹിക ആയുധമായി. നാസിറിന് പരമാവധി ശിക്ഷ നൽകണമെന്ന ഫിർദൌസ് എടുത്ത തീരുമാനം തനിക്കു വേണ്ടി മാത്രമല്ല, കോടതിയിൽ എത്താൻ കഴിയാത്ത ലക്ഷക്കണക്കിന് നിരക്ഷരരും പാവപ്പെട്ടവരുമായ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. കഥയുടെ ധാർമ്മിക ഭാരം പലമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. നിയമപരമായ സ്വാതന്ത്ര്യം നേടിയ ഒരു സ്ത്രീക്ക് തന്റെ ദുരിതത്തെ സാമൂഹിക മാറ്റത്തിനുള്ള ഉപകരണമായി എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ഈ നീക്കം കാണിക്കുന്നു. 2. പുരുഷാധിപത്യത്തിനെതിരായ പ്രതിരോധം. കോടതിയിൽ വെച്ച് നാസിർ ഫിർദൌസിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഉന്നയിച്ച മോശമായ ആരോപണം പുരുഷാധിപത്യ ചിന്തയുടെ ഒരു ക്ലാസിക് പ്രതിരോധമാണ്. ഒരു പുരുഷന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അവൻ സ്ത്രീയുടെ സ്വഭാവത്തെ എങ്ങനെ ആക്രമിക്കുന്നു എന്നിത് കാണിക്കുന്നു. നാസിറിന്റെ കാപട്യം അവൾ തുറന്നുകാട്ടുന്നു. അവൻ തന്നെ ആധുനിക വസ്ത്രം ധരിച്ച യുവതികളുടെ വീഡിയോകൾ കാണുന്നു, പക്ഷേ തന്റെ ഭാര്യയെ പർദ്ദയിൽ വെക്കുന്നു. ഈ അഭിപ്രായം മതഭ്രാന്തിന്റെ ഇരട്ടത്താപ്പിനെതിരായ ഏറ്റവും ശക്തമായ പ്രഹരമാണ്. 3. ലവ് ജിഹാദി യുക്തിപരമായ വിഭജനം. ലവ് ജിഹാദി നെക്കുറിച്ച് ഫിർദൌസ് നിർദ്ദേശിച്ച പരിഹാരം ഇടയ്ക്കിടയിലുള്ള വിവാഹത്തിൽ പുരുഷന് സ്ത്രീയുടെ മതം സ്വീകരിക്കാൻ ബാധ്യത ഉണ്ടായിരിക്കണം എന്നത് വിരോധാഭാസപരവും പാരഡോക്സിക്കൽ എന്നാൽ അതീവ ബുദ്ധിപരവുമായ ഒരു വാദമാണ്. ഈ പരിഹാരം മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഭരണഘടനാപരമായ മനോഭാവത്തിന് വിരുദ്ധമാണെങ്കിലും മതത്തിന്റെ കരാറുകാർ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെറ്റായ വ്യാഖ്യാനത്തിന്റെ വേരെറുക്കുന്നു. പുരുഷന്മാർ തങ്ങളുടെ മതപരമായ ശ്രേഷ്ഠത ഉപേക്ഷിക്കേണ്ടിവന്നാൽ ഈ വർഗീയ പോരാട്ടം തനിയെ അവസാനിക്കുമെന്ന് ഫിർദൌസ് തെളിയിക്കുന്നു. 4. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നിഗമനം. ജഡ്ജി ഹരീഷ് ചന്ദ്ര ഫിർദൌസിനോട് വിവാഹാലോചന നടത്തുന്നത് അനുകമ്പ, ആദരവ്, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള അന്തർസമുദായ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ്. ഫിർദൌസ് ആ നിർദ്ദേശം സ്വീകരിക്കുന്നത് ധൈര്യമല്ല, മറിച്ച് സുരക്ഷിതത്വത്തിനും ആദരവിനും മുൻഗണന നൽകുന്ന ഒരു വിവാഹമോചിതയായ സ്ത്രീയുടെ ബുദ്ധിയാണ്. അവരുടെ ആലിംഗനം ഒരു റൊമാന്റിക് പരകോടി എന്നതിലുപരി അത് പരമ്പരാഗത ചങ്ങലകളിൽ നിന്നുള്ള മോചനത്തിന്റെയും മാനുഷിക സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് വ്യക്തിഗത ധൈര്യവും ധാർമ്മികതയും ഏകോപിപ്പിക്കപ്പെടുന്നതുവരെ നീതിന്യായപരവും സാമൂഹികവുമായ പരിഷ്കരണം സാധ്യമല്ലെന്ന് ഈ എപ്പിസോഡ് തെളിയിക്കുന്നു.
എപ്പിസോഡ് 2 സമാപിച്ചു.